ഗൈസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മേക്കപ്പ് ഒന്നും ഇടുന്നില്ലെന്ന് വിചാരിച്ച് വെറുതെ. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കൊരു പ്രശ്നപത്രിക മുഖത്തൊരു കുരു വന്നിട്ടുണ്ട്. ഐ ആം സീരിയസ്. പ്രശ്നത്തിലാണ് കുട്ടികളെ, ഞാൻ പ്രശ്നത്തിലാണ്. തൽക്കാലം പറയാൻ വന്നത് എന്തറോ മകനു പാവനു. സോഷ്യൽ മീഡിയ മുഴുക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ജാസ്മിൻ്റെ തന്ത വിളിച്ച കാര്യത്തെ പറ്റിയാണ്. ഞാനിപ്പോൾ വന്നതും ആ കാര്യത്തെപ്പറ്റി പറയാനാണ്. അടുത്ത ക്യാപ്റ്റനായി ജാസ്മിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ. ഞാൻ കഴിഞ്ഞ തവണയെ പറയുന്ന ഒരു കാര്യമാണ്, ബിഗ് ബോസ് എന്ന് സാധനം അത്യാവശ്യം ഒരാൾക്ക് ഫേവറിസം കാണിച്ച് സ്ക്രിപ്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട ഷോയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് സത്യമാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലാകുന്നവർക്കൊക്കെ മനസ്സിലായി കാണും, മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകത്തില്ല എന്ന് അഭിനയിക്കുന്നവരെ നമുക്ക് തിരുത്തി കൂടെ കൊണ്ടുവരാനും പറ്റത്തില്ല. സോ ദ പോയിന്റ് ഈസ് ദാറ്റ് നമ്മളൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റോടു കൂടി നന്നായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ. ഞാനാണെങ്കിൽ സീരിയൽ പോലും കാണാത്ത ഒരാൾ ഇത് മെനക്കെട്ടിരുന്ന് കാണും കേട്ടോ. ചേച്ചി മൂക്കള ജാസ്മിനാണ് പുതിയ ക്യാപ്റ്റൻ ചേച്ചി, അത് ഞാൻ കണ്ട് സഹിച്ചേക്കാം. അതിനേക്കാൾ ഉപരി ഇന്നലെയൊക്കെ കുറേ അധികം പേര് പിന്നെ ജാസ്മിൻ പറഞ്ഞ ഒരു പോയിന്റ് എടുത്ത് വെച്ചിട്ട് അയ്യോടാ അതങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ടെൻഷൻ പറയുന്ന കണ്ടിരുന്നു. അല്ല, നിങ്ങളൊക്കെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അത് തന്നെയല്ലായിരുന്നു സത്യം. അപ്പൻ വിളിച്ചു എന്ന് തന്നെയല്ലേ ബിഗ് ബോസ് പറഞ്ഞത്. അപ്പം എനിക്ക് പക്ഷെ തോന്നുന്നത് ഇന്നലെ ബിഗ് ബോസ് അത് കറക്റ്റായിട്ട് അവളുടെ ആ ഒരു സാധനം, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് സ്ക്രിപ്റ്റ് ചെയ്യാമല്ലോ, കട്ട് ചെയ്യാമല്ലോ. അച്ഛൻ വിളിച്ചു പറഞ്ഞ കാര്യം അവൾ പറയുന്നുണ്ടെന്ന് അവിടെയുള്ളവർക്ക് കേട്ടൂടെ? അത് കേൾപ്പിക്കേണ്ടെന്ന് അങ്ങ് വെച്ചാൽ പോരെ. നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിൽ ഇപ്പം നടക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്ത് തരുന്നെന്ന് വിചാരിക്കല്ലേ? അങ്ങനെയൊന്നും അല്ലത്. ഒൺ ഡേ ബിഫോർ ആഫ്റ്റർ ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നതെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അവരത് മനഃപൂർവ്വം പുറത്തേക്ക് വിട്ടു. അത്യാവശ്യത്തിൽ കൂടുതൽ അവരുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ കൊണ്ടത് പറയിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കൂടുതൽ ഹേറ്റേഴ്സ് ജാസ്മിന് വരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആൻഡ് ജാസ്മിൻ നല്ലൊരു പ്ലെയറുമാണ്. ഹേറ്റേഴ്സ് കൂടി നിൽക്കുകയും എന്നിട്ട് അവൾ വിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ പൊതുവിൽ ഈ ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ജനങ്ങൾ ആണ് അവരെ തിരഞ്ഞെടുക്കുന്നതെന്ന്. അത് മോഹൻലാലും പറയും, നിങ്ങൾ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, ഒരു പിണ്ണാക്കുമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇനി നടക്കാൻ പോകുന്നത്. ശതമാനത്തിൽ വളരെ ചുരുങ്ങിയ ശതമാനമുള്ള കുറച്ച് മനുഷ്യർ സെലക്ട് ചെയ്യും, ബാക്കി അത്രയും ഫേക്കാണ് അവിടെ നടക്കണമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ജാസ്മിൻ വിഷയം. ജാസ്മിൻ ചെയ്ത കാര്യങ്ങൾ എന്ത് തന്നെയായാലും, ഇപ്പോൾ അതിനകത്തുള്ള പ്ലേയോ അല്ലെങ്കിൽ ഗബ്രിയുമായിട്ടുള്ള ലവ് സീൻസോ ഉമ്മ വെപ്പോ കെട്ടിപ്പിടുത്തമോ കടിയോ മൂക്കുചെളി കൊണ്ടുള്ള ചായ കൊടുക്കുകയോ ഇതൊക്കെ തന്നെ നമുക്ക് സംസാരിക്കാം. പക്ഷെ അക്കൂടെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അതിനകത്ത് കൊടുത്തിട്ടും അത് ഉപയോഗിക്കാത്ത ഒരു ജാസ്മിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബിഗ് ബോസ് പോലും തോറ്റ് തുന്നം പാടി നിൽക്കുകയാണ് ജാസ്മിൻ്റെ മുമ്പിൽ. മടുത്തിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. നന്നാവാൻ തീരുമാനിച്ചാലേ ഇപ്പോൾ നന്നാവാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി ബിഗ് ബോസ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു കാര്യമാണ്. ഇതിന് രണ്ട് വശമുണ്ട്. ഒന്നാമത്തെ വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാസ്മിൻ അപ്പൻ വിളിച്ചിരുന്നു. തീർച്ചയായിട്ടും ജാസ്മിൻ്റെ തന്ത വിളിച്ചിട്ടുണ്ടാകും. കാരണം പരിധി വിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബിഗ് ബോസ് തന്നെ അങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് അപ്പനെ കൊണ്ട് വിളിപ്പിച്ചതായിരിക്കും. അപ്പൻ ഗുപ്പൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നതിൻ്റെ കൂടെ മോക്കിട്ട് രണ്ട് താങ്ങി അപ്പൻ പൊരിച്ചു എന്നാ പറയണേ. തീർച്ചയായിട്ടും അപ്പം ആ പൊരി അത് കടിയോ, പിന്നെ അവരെ പരസ്പരം കടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? പരസ്പരം കടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ല? അപ്പോൾ അപ്പൻ പൊരിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് മോൾ അവിടെ വന്നിരുന്നുണ്ട്. കറക്റ്റ്, റംസിയ മുഹമ്മദ് കറക്റ്റാണ് പറഞ്ഞത്. ലോക ഫേക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കടിക്കുന്നത് കണ്ടിട്ട്
ഓഹ് എൻ്റെ പൊന്നു, ആൽഫിക്ക് ഒരു പണിയും ഇല്ലേ? നോയമ്പൊക്കെ അല്ലേ, പോയി വല്ല ചോറും കറിയും വെക്കാൻ നോക്ക്. ഒരു പണിയും ചിലപ്പും ഇല്ലേ? ഹലോ, ഞാൻ ലൈവില. ഒരു പണിയില്ലേ ഇങ്ങനെ കിടന്ന് ചലിക്കാനേ ഉള്ളോളാം. പിന്നെ ഇപ്പോൾ ആ ഒരു സെക്ഷൻ കാണിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമെന്ന് പറയുന്നത്, അപ്പൻ ബിഗ് ബോസിനോട് അപ്രോച്ച് ചെയ്ത് കാണും, മകൾ അവിടെ കളിച്ചത് മതി, വീട്ടിൽ വാ എന്ന് പറയുന്നത് നല്ലൊരു വശമാണ് ഞാൻ ആലോചിച്ചത്. ചിലപ്പോൾ അപ്പനിക്കത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടേ അപ്പൻ ആ ടെൻഷൻ അവിടെ വിളിച്ച് പറഞ്ഞു കാണുമെന്ന്. പക്ഷെ സംഗതി അതല്ല, ബിഗ് ബോസ് ആണ് വിളിച്ച് അപ്പനോട് പറഞ്ഞത്, അപ്പ അനക്ക് 5-6 ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിനെ പറ്റി അതെ തന്ത വിളിച്ച് പൊരിച്ചു എന്ന്. 5-6 ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പൻ വിളിച്ച് കാര്യം പറ, എന്നാലല്ലേ മോളെ നടങ്ങുള്ളൂ. മോളാകെ കടിയിളവി അവിടെ കിടന്ന് ചേത്ത് മരിച്ച് കടിച്ച് പെറുകയാണ്. ചെക്ക് ഇൻ ഫേഴ്സ് അടിക്കും ജാസ്മിന. അയ്യേ, അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ സാധനം അപ്പൻ വിളിച്ച് പറഞ്ഞ് കുറച്ച് കൂടുതൽ പറഞ്ഞു, അതുകൊണ്ടാണ് അത് പ്ലേ ചെയ്യിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴെന്ത് ചെയ്യണം? അപ്പം ബിഗ് ബോസ് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു സാധനം, പുറത്തുള്ള വിവരം മകളോട് പറഞ്ഞതായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവളെ അവിടുന്ന് കിറ്റ് ചെയ്ത് പുറത്താക്കണം. അങ്ങനെയല്ലേ വേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് ചെയ്തില്ല? പറ്റൂല. കാരണം വേറെ ആരവിടെ ഇതുപോലെ കിടന്ന് ചാളമേരി ഡാൻസ് കളിക്കാനായിട്ട്? അങ്ങനെയാണെങ്കിൽ എമോഷണലി ഞാൻ തന്തയ്ക്ക് വിളിക്കും, മാ വിളിക്കും, താ വിളിക്കും, എടി തെറിത്താത്ത എന്ന് ബാക്കിയുള്ളവരെ വിളിക്കുമ്പോൾ സ്വന്തമായിട്ടൊന്ന് ബോഡി നോക്കിക്കൂടെ? ജിൻഷ വിളിക്കൂ പ്ലീസ്. ജിൻഷ കാമിതാക്കളല്ല അത്. ശരിയാ, ലവേഴ്സ് അല്ല, കാമിതാക്കൾ ആണ്. അതാണ് കറക്റ്റ്. ഹലോ, എൻ്റെ പേര് പറയൂ ഹിമ. എന്നാൽ പിന്നെ നിങ്ങളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നാൽ മതി. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഫാഹിമ അബൂബക്കർ തന്നെ. ജാസ്മിൻ ഇറങ്ങിയാൽ റിയാക്ഷൻ വീഡിയോ ഇട്ട് ചേച്ചീനെ പറയുമോ ഓർ പറയില്ലേ? ക്യാൻ യു ഗസ്? അഫ്കോഴ്സ് ലാമ. നമ്മുടെ തലയിലോട്ടൊരു പഞ്ഞു. ഈ തള്ളയാണ് ഇത് അത്രയും ഉണ്ടാക്കിയത്. ഇവരിവിടെ ഇരുന്നിട്ട് ഗസ് ചെയ്താണ്. ഇവർക്ക് പേഴ്സണൽ ഗഡ്ജാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം വരിക. ആ പേഴ്സണൽ ഗഡ്ജായിരുന്നു. അപ്പം നോക്കിക്കണം. ഇപ്പം ഇറങ്ങിയിരിക്കുന്ന ഇക്കാക്കന്മാരെല്ലാം കൂടെ തിരിഞ്ഞു. ജാസ്മിൻ ബാസ് റൈറ്റ്, ജാസ്മിൻ ബാസ് ഗുഡ്, ജാസ്മിൻ ബാസ് സെറ്റ്, ജാസ്മിൻ ബാസ് എട്ട്. ഫൈസൽ എന്ന് പറയും ഷീ ഈസ് മൈ പ്രാണപ്രിയേഷനെ, ഐ വാണ്ട് ടു വാരി ഹർ. ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. അയ്യേ, എന്തോ സുഖമാണല്ലോ. സുഖം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നത് അത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് പലരും ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. വെറുതെ വേസ്റ്റ് ആക്കേണ്ട ടൈം അയാളാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ അവർ പറഞ്ഞുണ്ടാക്കിയെടുത്തൊരു ഡ്രാമയിലാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചിട്ടുള്ളത്. അത് ഉറപ്പാണ്. അയാളായിട്ടാണ് വിളിച്ചത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് അവരെ പിടിച്ച് പുറത്താക്കിയിട്ടാണ്. ബിഗ് ബോസ് അതിനകത്ത് ബിഗ് ബോസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയം അവിടെ നടന്നിട്ട് പുറത്തേക്ക് അത് പറയാതിരുന്നത്. അപ്പോൾ അത് 100% ഉറപ്പിച്ചോ ബിഗ് ബോസിൻ്റെ പ്ലേ തന്നെയാണ്. അവർ പ്ലേ ചെയ്തു, ആ പ്ലേയിലേക്ക് നമ്മളെയും കൂടെ കൊണ്ടുവന്ന് ഇട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ ജാസ്മിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നിടത്ത് വേറുള്ളവരാരും ഇവിടെ കളിക്കുന്നില്ലേ, എല്ലാവരും നന്നായി പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ ജാസ്മിനെ ഫോക്കസ് ചെയ്യുന്നത് കമ്പി ചാനലായ ഏഷ്യാനെറ്റിന് അതാണ് സ്ട്രാറ്റജി എന്ന് തോന്നി, അല്ലെങ്കിൽ കമ്പിസം കാണിച്ചാൽ ഓക്കെയാണ് എന്നുള്ളത് തോന്നിക്കാണും. പിന്നെ ജാസ്മിനും അറിയാം പുറത്തുള്ളവർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അവിടെയുള്ളവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അവളുടെ അപ്പം തന്നെ വന്ന് പറഞ്ഞു കൊടുത്തല്ലോ പുറത്തുള്ളവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന്. അപ്പോൾ അവൾക്ക് അറിയാൻ പാടില്ല. അവൾക്കറിയാം. അറിഞ്ഞിട്ടും അവൾ കളിക്കുന്നുണ്ടെങ്കിൽ അവൾക്കതിന് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ടാങ്കോ ഗേളിൽ ടാങ്കോ സാധനത്തിൽ പോയി തുണി വെക്കാമെങ്കിൽ പിന്നെ ഈ ഒരു ഇതിനകത്ത് ഇത്രയും പേര് കാണുന്നതിനകത്ത് കുറച്ച് കൂടുതൽ ഓവറാക്കാമല്ല. നോറയെ രാവിലെ തൊട്ട് കാണാനില്ല. ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ എന്താണ്? ഞാൻ ലൈവ് രാവിലെ തൊട്ട് നോക്കണം, പക്ഷെ നോറയെ കാണാനില്ല. അവിടെ ഭയങ്കര അടിലഹള നടക്കുകയാണ്, മൂട്ടൻ ലഹളയാണ് നടക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലായില്ല യമുന റാണിക്ക് എന്ത് പറ്റിയിടേ, എന്തിനാ അവൾ കിടന്ന് ബഹളം വെക്കണേ? എന്തോ അവർക്ക് എന്തോ നന്നായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ശ്രീരേഖയുടെ കാര്യം പ്രശ്നമാണ്. ശ്രീരേഖ ജാൻമണിയുമായിട്ട് അടിയുണ്ടാക്കുന്നു, യമുന റാണിയുമായിട്ട് അടിയുണ്ടാക്കുന്നു, എന്ന് വേണ്ട സർവരുമായിട്ടും അടിയുണ്ടാക്കുന്നു. എന്താ പ്രശ്നമെന്ന് അറിയാൻ വയ്യ. എനിക്കിപ്പോഴും യമുന റാണി എന്തിനാണ് കതവ് തുറന്നിറങ്ങി ഓടിയെന്ന് മനസ്സിലായിട്ടില്ല. എന്തിനായിരിക്കും? അവർ പറയുന്നത് മുഴുക്ക ഗബ്രിയാണെങ്കിലും അവർ ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണ്. പക്ഷേ അവർക്ക് ജാസ്മിൻ്റെ പേര് പറയാൻ പേടി. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? എനിക്ക് ഫീൽ ചെയ്തത് യമുന റാണിക്ക് ജാസ്മിൻ്റെ പേര് പറയാൻ പേടിയാണ്. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്ന ഗബ്രിയുടെയാണ്. പക്ഷേ വാസ്തവത്തിൽ അവിടെ ഗബ്രിയല്ല, യമുന റാണി ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെ തന്നെയാണ്. അല്ല, ആദ്യത്തെ കുറേ ദിവസം കൺവിൻസ് ആയല്ല, അവർ സദാചാരവാദമില്ലാത്ത പുരോഗമനവാദിയായിരുന്നല്ലോ. ഇപ്പം എന്താ അങ്ങനെ മാറി പറഞ്ഞേ? എന്തായിരുന്നു അതിനുള്ള പ്രശ്നം? ഇവിടെ കിടന്നങ്ങ് എന്തുവാ അങ്ങ് അയ്യോ എന്തുവാ അങ്ങ് കരച്ചിലാണല്ലോ, എന്തുവാ?
ആര് മോനെ ബീയിങ് മീ? ആര് മോനെ? നിൻ്റെ മോളാ? ഹലോ മുർഷിദ, നിങ്ങളുടെ കമൻറ്റ് വായിച്ചാലേ ഞാൻ വേറെ വല്ലതും പറയും. അതുകൊണ്ട് കമൻറ്റ് അവിടെ ഇരുന്നിട്ട് ഇട്ടോ ഇഷ്ടംപോലെ കമൻറ്റ്. നിങ്ങൾ എത്രത്തോളം കമൻറ്റ് ഇടുന്നോ അത്രയും എൻ്റർടൈൻമെൻ്റ് ആണ് എനിക്ക്. നിങ്ങൾ അങ്ങോട്ട് ഹൈഡ് ചെയ്ത് വെച്ചാൽ ഞാനത് കാണത്തില്ല. ഇനി ഒരു കാര്യം വ്യക്തമായി ഓർത്തുകൊള്ളൂ, നിങ്ങളുടെ കമൻറ്റ് ഞാൻ കാണുന്നില്ല. ഇനി എനിക്ക് പറയാമല്ലോ. കേട്ടോ, ജാസ്മിൻ എന്ന് പറയുന്ന കുപ്പർ റാണിക്ക് ഏറ്റവും നല്ല സൂപ്പർ സ്പേസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ്. കാരണം ബിഗ് ബോസും ഫേക്കാണ്, ജാസ്മിനും ഫേക്കാണ്. ഈ ഒരു വിഷയത്തിൽ എല്ലാവരും കൂടെ കിടന്ന് ആ ഒരു സ്പെസിഫിക് പോർഷൻ വീണ്ടും റീപ്ലേ ചെയ്ത് കേൾപ്പി. ഇത് തന്നെയല്ലേ ബിഗ് ബോസും പറഞ്ഞത്? നിങ്ങൾക്ക് ബിഗ് ബോസ് വന്നപ്പോൾ വിശ്വാസമല്ലേ? ബിഗ് ബോസ് എന്താണ് നിങ്ങളോട് പറഞ്ഞത്? അവളുടെ അപ്പന് സംസാരിക്കണമെന്ന്. അപ്പൻ സംസാരിച്ചു. അപ്പൻ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് ബിഗ് ബോസിന് അത് പ്ലേ ചെയ്യിക്കാൻ പറ്റാതെ പോയത്. അവൾ എഴുന്നേറ്റുന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ ലാലേട്ടാ. മോഹൻലാലിനെ കൊണ്ട് അത്രത്തോളം കളിക്കാൻ പറ്റാത്തത് കൊണ്ട് മോഹൻലാൽ മതി ഇരി എന്ന് വെച്ചാൽ അയാൾ വെറും ഒരു ആങ്കർ മാത്രമാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ആ കാണിച്ച ഷോ. പട്ടി ഷോയ്ക്ക് കൂട്ടുനിന്ന പട്ടി ഷോ പോലത്തെ പട്ടിപ്പണി കാണിച്ച പാട്ടിത്തരം കാണിച്ചത് മിസ്റ്റർ മോഹൻലാലാണെന്ന് ഞാൻ പറയും. കാരണം ഇങ്ങനെ ഒരു സാധനം അതിനകത്ത് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഓപ്പൺ അപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളോട് അയാൾ കാണിക്കേണ്ട ഒരു നീതിയാണ്. ഈ ഷോ കാണുന്നവർക്ക് മോഹൻലാലിനെ കൂടെ ഇഷ്ടമാണെന്നുള്ളത് ഓർത്തുകൊള്ളുക. മോഹൻലാലിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ് അധിക പേരും ഇത് കാണാനായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അയാൾ പോലും ഒരു നീതിയില്ലാതെ ഈ പറയുന്ന ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയധികം മോശപ്പെട്ട രീതിയിൽ അതിനെ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും അപലപനീയം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെന്തായിരുന്നു ഇപ്പം നടക്കുന്നത്? നമ്മുടെ ഗബ്രിയ ഒരുക്കി കെട്ടി പെണ്ണാക്കിക്കൊണ്ട് വരുന്നുണ്ട്. എനിക്ക് ആ ഒരു പോളിസിയോടൊന്നും താല്പര്യമില്ല. ഇത് തന്നെയായിരിക്കും, ഗെയിം ഷോ ആയിരിക്കാം, നമ്മൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഈ പോയ എല്ലാം ആ ജാൻമണി പറയുന്നത് ചിലപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ലോ ക്ലാസ് ലെവലിൽ ചിന്തിക്കുന്നവരാണ്. ഒരെണ്ണം പോലും ഒരു പെണ്ണ് കുറച്ച് ഉടുത്തൊരുങ്ങി നിന്നാൽ ഉടനെ ഇവരെല്ലാവരും കൂടെ ബൈക്കിൽ പോയി അവളെ ശല്യം ചെയ്യണോ? എന്താണ് ഇവർ സൊസൈറ്റിക്ക് കാണിക്കുന്നത്? ആ ഒരു പോർഷൻ മറ്റുള്ളവർ മിണ്ടാതിരിക്കുന്നവരാരെങ്കിലും എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. കാരണം ഒരു പെണ്ണ് ആയിട്ട് വേഷം കെട്ടി അവൻ വന്നു. അത് തമാശയ്ക്കാണെങ്കിൽ പോലും ഡോണ്ട് ഷോ ദീസ് കൈൻഡ് ഓഫ്. അതൊരു ഷോ അല്ലേ, അത്രയും പേര് കാണുന്നതല്ലേ. അതിനകത്ത് എന്താ ഒരു പെണ്ണ് ഒരുങ്ങി പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഉടനെ അവളെ വളയ്ക്കണം, അവളെ തൊട്ട് നോക്കണം, അല്ലെ അവളെ സൈറ്റ് അടിക്കണം, കുറച്ച് ആണുങ്ങൾ നിന്ന്. അപ്പം നിങ്ങൾ ആണുങ്ങളെയും കളിയാക്കുവാണോ? ഈ ഒരു പെണ്ണിനെ പുറത്ത് കണ്ട ഉടനെ എല്ലാവരും അങ്ങനെയാണോ? എനിക്കറിയത്തില്ല. നമ്മുടെ ഒന്നും കോളേജ് ഡേയ്സിൽ ഇങ്ങനെയൊന്നും പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നല്ലപോലെ പ്രതികരിച്ച് അല്ല അടിയും പറ്റിച്ചു കൊടുക്കും. ഇവള് ഇക്ക എന്നെ കൊണ്ട് എന്താ മേത്തച്ചി പെൺപിള്ളേർ അങ്ങനെയാണ്, ഇക്ക എന്നെ കൊണ്ട് ഓടുക്കാന്ന് പറയുന്നത്. നിങ്ങൾ മേത്തച്ചികളെ ശരിക്കും കണ്ടിട്ടില്ലേ? നല്ല സ്ട്രോങ് ലേഡീസിനെ കണ്ടിട്ടില്ലേ? തിരിച്ച് ചെവിക്കലടിച്ച് പൊട്ടിച്ചിക്കാൻ പെണ്ണുങ്ങൾക്ക് ആരോഗ്യമുണ്ട്, തൻ്റെ ഇടമുണ്ട്. അതറിയാത്തത് കൊണ്ടാണോ ഈ പട്ടി ഷോ അവിടെ കാണിക്കുന്നത്? എനിക്കറിയത്തില്ല. ഇതൊക്കെ എൻ്റർടൈൻ ചെയ്യുന്നത് തന്നെ റോങ് ആണ്. പക്ഷെ ഇത് പ്രതികരിക്കേണ്ട മറ്റുള്ളവർ അവിടെ സൈലൻ്റ് ആണ്. നോറ ഇനി ബാത്റൂമിനെ കാണാത്ത കയറി എന്തെങ്കിലും ചെയ്തോ ഇല്ലയെന്ന് അറിയത്തില്ല. നോറ ഞാൻ കാണുന്നില്ല. പിന്നെ കുത്തിത്തിരിപ്പ് ജിൻഡോ കാണിക്കുന്നത് പക്ക പോക്കർത്തരമാണ്. ഇപ്പോൾ അയാൾ ഓരോ രീതിയിൽ ഓരോരുത്തരെയും വെച്ചിട്ടാണ് സെക്ഷൽ അബ്യൂസിൻ്റെ റീസൺ പറയണം. ഭയങ്കര ബോറ് കേട്ടോ, ഭയങ്കര ബോറ്. ജാസ്മിൻ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെതിരെ ഒരു അലിഗേഷൻ ഉണ്ട്. അത് ജാസ്മിനോട് നേരിട്ട് പറഞ്ഞാൽ ജിൻഡോയുടെ കാര്യത്തിൽ ജിം ട്രെയിനർ ബോഡി ബിൽഡറൊക്കെ അവളെടുത്ത് ഏറി കയറ്റും എന്നുള്ള തർക്കമേ വേണ്ട. അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് ജാസ്മിൻ്റെ ചെവി കൊണ്ട് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സീൻ കാണാം എന്നുള്ളത് വസ്തുത. ജാൻമണി പറഞ്ഞ ഇതിനകത്ത് ജാൻമണി മറ്റൊരു രീതി മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ജാൻമണി നോറയുമായിട്ടുള്ള ശണ്ടയ്ക്കകത്ത് തേർഡ് ക്ലാസ് ഡ്രാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിലേക്ക് ക്രീം ഇടുന്ന വ്യാജന കാലെടുത്ത് വെച്ചിട്ട് പാദം കാണിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ നിങ്ങൾ? അതിനകത്ത് ജാൻമണി കൃത്യമായി പറയുന്നുണ്ട് നോറ അതിന് സമമാണെന്ന്. എൻ്റെ കാലടികൾക്കുള്ള സമം, അങ്ങനെയല്ലേ? അതല്ലേ അതിൻ്റെ ഒരു അർത്ഥം, മീനിങ് അതല്ലേ? അങ്ങനെയല്ലേ തോന്നുക? എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ട്. അപ്പോൾ ജാൻമണി തീർച്ചയായിട്ടും ഒരു വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ ഒപ്പോസ് ചെയ്യുന്നവരൊക്കെ പറയുന്ന അത്രയും തീവ്രതയോടെ ഞാൻ പറയത്തില്ല. കാരണം ആ കമ്മ്യൂണിറ്റിയിൽ ജാൻമണി പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയിലേക്ക് വരുന്ന കുട്ടി ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ട്രാൻസ് വുമണായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. അവരിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കും. നമ്മുടെ മുന്നിൽ ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് പിന്നെ നാദിറയുണ്ട്. എന്തു പറ്റി? ജാൻമണി നാദിറയുണ്ട്. നാദിറയെ പോലെ ജെന്യൂനായ ഒരു പ്ലെയർ നോർമലായിട്ടുള്ള ഒരാളില്ല. പിന്നെയാണ് ട്രാൻസ് വുമണിലെ ഏറ്റവും നല്ല ജെന്യൂനായിട്ട് പ്ലേ ഉണ്ടായിരുന്നത് നാദിറയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ നാദിറയെ കൺസിഡർ ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റി ആക്രമിക്കുന്നത് നിർത്തലാക്കണം. ജാൻമണി ഒരു ചെറിയൊരു
റിസംബിൾ ചെയ്യുന്നു എന്നതിനപ്പുറം എല്ലാവരും അങ്ങനെയാണെന്ന് പറയരുത്. അത് മോശപ്പെട്ട ഒരു കാര്യമാണ്. ആ വിഭാഗത്തിലുള്ളവർക്ക് മുൻപോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഏഷ്യാനെറ്റ്. അതിനെ വൃത്തികെട്ട രീതിയിൽ യൂസ് ചെയ്യുന്നത് ജാൻമണിയാണ്. ജാൻമണിയുടെ മിസ്റ്റേക്കിന് നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയെ അപമാനിക്കരുതെന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. യൂട്യൂബേഴ്സ് എടുത്ത് വെച്ച് അങ്ങ് അറുമാദിക്കുന്നുണ്ട്. ചിലരൊക്കെ ഭയങ്കര ബോറായിട്ടൊക്കെയാണ് പറയുന്നത്. ആണും പെണ്ണും കെട്ട പിന്നെ സ്ത്രീവേഷം കെട്ടിയ പുരുഷൻ ഇങ്ങനെയൊന്നും പറയരുതേ. അതൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും എന്നുള്ളതിൽ തർക്കമേ വേണ്ട കേട്ടോ. ഇനി നിങ്ങളുടെ കമൻറ്റ് നോക്കാം. പോയാ ബാബാ കമൻ്റ് ഇട് ബാ. ഇനി ഞാൻ കമൻറ്റിന് മറുപടി തരാം. പറയുന്നത് കേട്ടാൽ തോന്നും ഇയാളിപ്പോൾ ബിഗ് ബോസിൽ പോയി തകർക്കുമെന്ന്. ഞാൻ ബിഗ് ബോസിൽ പോയാൽ തകർക്കും ഇല്ലെന്ന് നീ എന്നെ ബിഗ് ബോസിൽ കൊണ്ട് ഇരുത്തി നോക്ക്, അപ്പം പറഞ്ഞാൽ പോരെ. എന്നാൽ നീ ഒന്ന് ബിഗ് ബോസിൽ പോയി കാണട്ടെ. താത്ത വാട്ട് അബൌട്ട് അർജുൻ ആൻഡ് ശ്രീതു? അതൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ശ്രീതു ഒരിക്കലും അതിലേക്ക് വന്ന് ചാടിത്തരില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ശ്രീതു ആ സ്ട്രാറ്റജിക്കല്ല വന്നത്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ് അവർ. ഗബ്രിക്ക് വിഷമമുണ്ട് ക്യാപ്റ്റൻ ആകാത്തതിൽ. ജാസ്മിൻ ഗബ്രി എതിരെ കളിക്കാൻ തുടങ്ങി. ഗബ്രിയോട് പറയുന്നത് കേട്ട് നീ പവർ റൂം കയറട്ടെ, വെളിയിൽ ഇരിക്കും, ഞാൻ വരാമെന്ന്. എന്താ പ്ലാൻ? സന നീ ഏതാടി? നീ ഏതാ? കഴിഞ്ഞ ഹായ് ബുഷ്ര ബ്ലോഗ്. അങ്ങക്കും ബ്ലോഗൊക്കെ ഉണ്ട്, കൊള്ളാം. താങ്ക് യു. താത്ത വാട്ട് അബൌട്ട്? കഴിഞ്ഞ എല്ലാവരും ഓടിയാ? ഓടിയല്ല, ഒരു കൂട്ടത്തിന് ഇനി വന്നല്ല. സലിം മുറിയണ്ടി കമൻറ്റ് വായിക്കുന്നുണ്ട്. മതിയാ? ഇയറിങ്സ് പൊളി ചേച്ചി. താങ്ക് യു കീതു. അടിപൊളി മുത്തേ, പൊളിച്ചു. അല്ലാതെ പിന്നെന്തുവാ. ഗുണ്ടൂസ്. കൊച്ചിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ടിട്ടാണല്ലേ. ആ കൊച്ചിൻ്റെ കാര്യം ഗതികേടാണ് മോളെ, അത്രയേ ഉള്ളൂ. ഗബ്രിയും ജാസ്മിനും ഓവറാ. അല്ല, ഗബ്രിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഇനി ജാസ്മിൻ്റെ കളി നിങ്ങൾ നോക്കിക്കൊള്ളുക. പിന്നെ യമുന റാണി പറഞ്ഞത് എനിക്ക് കുറച്ച് സ്ട്രൈക്ക് ചെയ്തു. യമുന റാണി പറയണത് മുഴുക്ക ഗബ്രി എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ആ പോയിന്റ് ചെയ്യണത് ജാസ്മിനെയാണ്. അത് കുറച്ച് വാലിഡ് പോയിൻ്റാണ്. പക്ഷെ നല്ലതാണെന്നേ. ഒരു ക്യാപ്റ്റൻസി വരട്ടെ. ഇത്തവണ അവൾ ക്യാപ്റ്റനിൽ വന്നിട്ടില്ല വെച്ചാൽ ഔട്ടായി പോവില്ലേ? അവിടെ നിൽക്കട്ടെ. അവളവിടെ ഇല്ലെങ്കിൽ ഒരു രസമില്ല. എന്നെ സപ്പോർട്ട് ചെയ്യണേ ബുഷ്ര. ഇത് കഴിഞ്ഞിട്ട് കമൻ്റ് ഇട്ടാൽ ഞാൻ നോക്കിയിട്ട് ചെയ്യാം. എനിക്ക് ഇപ്പോഴും നിങ്ങളെ കാണാനൊക്കത്തില്ല. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇത് അപ്ലോഡ് ചെയ്യും. അപ്പോഴും നിങ്ങൾ ഒന്നൊരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. തീർച്ചയായിട്ടും ഒരു ഹലോ തരൂ ചേച്ചിയോ. പിന്നെന്താ ആഹിൽ റഹ്മാൻ. ഞാൻ നിങ്ങൾക്ക് ഹലോ തരാൻ വന്നതല്ല. അതിലേറ്റവും ഫേക്ക് ലാലാണ്. കറക്റ്റാണ് ചേച്ചി, നിങ്ങൾ പുളിയ. ഒരു ഹായ് തരുമോ? മിർഷാന. ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കിയത് മോഹൻലാലിന് തന്നെയാണ്. പിന്നെ എന്ത് മോഹൻലാൽ അത് അങ്ങനെ കളിക്കുന്നതെന്ന് അറിയാൻ വയ്യ. പിന്നെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചാണ്, അല്ലെങ്കിൽ ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാണ്. ആപ്റ്റാണ് കേട്ടോ. മകൾ ഇത്രയും തോന്നിവാസം കാണിക്കുന്നു, പൊതുസമൂഹത്തിൽ ഇത്രയധികം വില ഇടിയുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോലും മരുമകനാകാൻ പോകുന്നവൻ വന്നൊരു വീഡിയോ ഇടുമ്പോൾ പോലും അതിനകത്ത് മുഴുക്ക ജാസ്മിൻ എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ചിലപ്പോൾ ചെറുക്കൻ ഉറപ്പ് കൊടുത്തുകയാണ് മോൾ ഇറങ്ങി വന്നാലും ഞാൻ കയറ്റിക്കോളാം. പിന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ ആരുടെയും വെളുപ്പിക്കുമല്ലോ. എന്ത് അടിസ്ഥാനത്തിലാണെങ്കിലും ആ തന്ത എന്നെ കാണുന്നുണ്ടെങ്കിൽ എടാ പോയി ചത്തൂടേടാ. കൊച്ചുങ്ങളെ കൂട്ടി കൊടുത്ത് ജീവിക്കുന്നില്ല, പോയി ചത്തൂടേടാ. അതാണ് നല്ലത്. നീ ചത്തു പോണേണ് നല്ലത്. സത്യമായിട്ട് നീ ഭയങ്കര അപമാനമാണ്. ഒന്നാമത് നീ കാശ് ഇല്ലാതെ കട ഉണ്ടാക്കി ആ കൊച്ചിനെ കൊണ്ട് ഇത് എത്രയും ചെയ്യിച്ചിട്ട് ഇപ്പോഴും ആ കൊച്ചിനെ വിറ്റ് തിന്നുന്ന നിനക്ക് ഒരു അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ആ പെൺകൊച്ചിനെ വിവരം അറിയിച്ച് കൃത്യമായി അതിനെ റിട്ടേൺ ചെയ്യുകയാണ് വേണ്ടത്. ഇനിയും സമയമുണ്ട്. 1 കോടി രൂപ നിൻ്റെ അണ്ണാക്കിൽ ഒട്ടിച്ചാലും ആ കൊച്ചിന് കിട്ടുന്ന പേരുണ്ടല്ലോ. ഇനിയും സമയമുണ്ട്. വന്നൊന്ന് കരഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം സോർട്ട് ഔട്ട് ആകും. പക്ഷേ നീ എന്ന തന്തയുണ്ടല്ലോ, ആ പെണ്ണിൻ്റെ ഏറ്റവും വലിയ ശാപം. നിനക്കുള്ള അടിയാണ് അവൾ തരുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് മറ്റൊരു വശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ചേച്ചിയെ കണ്ടപ്പോൾ എവിടെയോ ഒരു ഓർമ്മ വരുന്നു. ചേച്ചി കുസുമിത നമ്പിയാരുടെ ബന്ധുവാണോ? ഹലോ ഹായ് ദീപ്തി വിനോദ്. ഹായ് ഇടേ കൊച്ചെ, അവിടെ ഭയങ്കര കമൻ്റ് ആയിരുന്നതുകൊണ്ടാണ് ഞാനത് ആക്കിയത്. ചേച്ചി സ്ഥലം ഇവൻ കമൻറ്റ്. എടാ നീ സബ്സ്ക്രൈബർ ഉണ്ടല്ലേ ആക്കിയാടാ മോനെ. നിൻ്റെ മോളാണോ? ആരാണ് മോനെ? സലീമ മുറിയണ്ടി. എൻ്റെ മോള് ജാസ്മിനോ? എൻ്റെ മകളല്ല, പക്ഷെ എൻ്റെ മകൻ്റെ പ്രായമൊക്കെയല്ലേ ഉള്ളൂ. കൊച്ചല്ലേ, വിട്ടുകളയുന്നേ. കളയൂ പ്ലീസ്. ഞാൻ കളഞ്ഞു. ജാസ്മിൻ കുറച്ച് ഓവറല്ല. യു ആർ. നീ അത് കമൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്താ?
അവറ്റ് വന്ന് എഴുതിയിട്ടിട്ടടാ, അതിനിപ്പോൾ എന്ത്, ഞാനല്ലേ, എനിക്ക് എന്നെ വിശ്വാസമില്ല, ഞാൻ കൊടുക്കൂലേ. ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമ്പോൾ മിർഷാന സോറി, എനിക്കങ്ങനെ ഒരു ഫെയിമും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. ജാസ്മിൻ അതിനകത്തുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ റിവ്യൂ പോലും ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ഞാൻ റിവ്യൂ ചെയ്തില്ലല്ലോ, ഒരെണ്ണം കണ്ട് എന്തോ എടുത്ത് വെച്ച് പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പം ഞാൻ കുലംകുഷിതമായി ബാക്കിയെല്ലാം നീക്കി വെച്ചിട്ട് ലൈവ് ഇരുന്ന് കാണും. അതിൻ്റെ ലാസ്റ്റ് എൻഡിങ് എല്ലാ വീക്കെൻഡ് ഇടുന്നില്ല, സോറി വൈകുന്നേരം 9 മണിക്ക് ഇടുന്നതും ഇരുന്ന് കാണും. ഇതൊന്നും പറയാതെ ആരെങ്കിലുമൊക്കെ റിവ്യൂ ഇട്ട് അതും പോയിരുന്ന് കാണും. ഞാൻ മൊത്തത്തിൽ ബിഗ് ബോസ് അഡിക്റ്റഡ് ആവാനുള്ള കാരണം ജാസ്മിൻ അതിനകത്തുള്ളതാണ്. എനിക്ക് ജാസ്മിനും മറ്റേ സിജോയും അതിനകത്ത് കയറിയപ്പോൾ തൊട്ട് എനിക്ക് കിരിക്കിരിന്ന് വരുന്നുണ്ട്. ബിക്കോസ് ദേ ആർ മൈ എനിമീസ്. അഫ്കോഴ്സ് 100% ദേ ആർ മൈ എനിമീസ്. സിജോയെ കൊന്ന് കൊല വിളിക്കാനാണ് ഞാൻ ഇരുന്നത്. അതിനുള്ള ഒരു ഇത് അവൻ കൊണ്ടൊന്നും ഇട്ടിട്ടില്ല. കാരണം നിങ്ങൾ അവൻ്റെ ഒരു വീഡിയോയൊക്കെ കണ്ടിട്ടുണ്ടോ? അവൻ ക്രൈം സ്റ്റോറീസ് എന്ന് പറയുന്ന മുഴുക്ക പിന്നെ കമ്പി സ്റ്റോറീസാണ്. എന്നിട്ട് അവിടെ വന്നിട്ട് ഭയങ്കര സദാചാരവും കാര്യങ്ങളും. അവനൊരു ഇടിയുടെ ആവശ്യമുണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് കിട്ടി. ഇന്നലെ ഞാൻ കണ്ടൊരു വാർത്തയുണ്ട്, എനിക്കൊന്ന് ഫോക്കസ് ചെയ്യണത് സംപ്രേഷണ കോട്ടയത്തുള്ളൊരു ഇതാണ്, ടെലിവിഷനാണ് ഫോക്കസ്. അയാൾ അങ്ങനെ പോയിട്ട് ജെന്യൂൻ അല്ലാത്തതിനൊന്നും പോയി അങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരു വാർത്താ ചാനലല്ല ഫോക്കസ് TV. അപ്പോൾ അവരത് ഇട്ടപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യമായിട്ടിരുന്നത് കേട്ടിരുന്നു. ഒരു വക്കീലിൻ്റെ കേസ് പറഞ്ഞിരുന്നില്ലേ, ഒരു വക്കീൽ കേസ് കൊടുക്കും. ഞാൻ തിരിച്ച് കാണിക്കാം. വക്കീലിൻ്റെ കേസ് ജോലിക്ക് അതവിടെ കയറിക്കുക കള്ളൻ. വക്കീലിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ, ഒരു വക്കീൽ കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തെന്ന്. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല കേട്ടോ, പുള്ളിക്ക് ഫെയിമിന് വേണ്ടി ചെയ്യുന്നതാണ്. എൻ്റെ ഒരു ചോദ്യം, എനിക്കറിയാം ഫോക്കസ് ടി ഈസ് മൈ വ്യൂവർ, സോ എൻ്റെ ഒരു ചോദ്യമാണ്, എൻ്റെ പൊന്നു വക്കീലെ, ഇവിടെ നമ്മൾ തെളിവ് ഉൾപ്പെടെ കൃത്യമായ എവിഡൻസ് ഉൾപ്പെടെ കൊണ്ട് കൊടുത്തിട്ട് പോലീസ് പിന്നെ വാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്താണ് നിങ്ങൾ ഈ ഇൻഡാസും കൊണ്ട് അങ്ങോട്ട് ചെന്നാണ് ഒരു പിണ്ണാക്ക് നടക്കുക. നിങ്ങൾക്ക് ഫെയിം വേണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി, ആ ഫെയിം നിങ്ങൾക്ക് കിട്ടും എന്നതിനപ്പുറം ഈ കേസ് വാലിഡ് ആകാനേ പോകുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ അഖിൽമാരാർ കാണിച്ച തുണി പൊക്കലിനെതിരെ ഞാൻ വനിതാ കമ്മീഷന് കേസ് കൊടുത്തിട്ട് അയാളെ വിളിച്ചൊന്ന് വാൺ ചെയ്ത് വിട്ടതല്ലാതെ കേസ് എടുക്കുക പോലും ചെയ്തിട്ടില്ല. മീൻസ് അത് FIR ഇടണമെന്നും അതിനെതിരെ ആക്ഷൻ ഉണ്ടാവണമെന്നും ഒക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് ബോധിപ്പിച്ച് അഖിൽമാരാറിനെതിരെ കേസ് കൊടുത്തോളാണ് ഞാൻ. എന്നിട്ട് പോലും അവരനങ്ങിയിട്ടില്ല. പിന്നെയാണ് ഈ സാധനത്തിന് ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇത് ഒരു നമ്മുടെ പ്രാദേശിക ഭാഷയിൽ മാത്രമുള്ള സാധനമല്ല, എല്ലായിടത്തും ഉള്ളതാണ്. തമിഴിനുണ്ട്, എല്ലാ ലാംഗ്വേജിലും ഉള്ള സാധനമാണ്. അപ്പോൾ പിന്നെ അത് വേസ്റ്റാണ്. പഴയ ലാലേട്ടനാണോ അതോ പുതിയ ലാലേട്ടനാണ് ചേച്ചിക്ക് ഇഷ്ടം? അതോ ഇപ്പോഴത്തെ മമ്മൂട്ടിയെയോ അതോ സുരേഷ് ഗോപിയെയോ? ഇവരിൽ 3 പേരെ കല്യാണം കഴിക്കാൻ കിട്ടിയാൽ ചേച്ചി ആരെ ചൂസ് ചെയ്യും? എനിക്ക് ഈ 3 പേരെയും കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. എനിക്ക് 3 പേരെ ഇഷ്ടമില്ല. എനിക്ക് സുരേഷ് ഗോപിയായിരുന്നു പണ്ടും ഇഷ്ടം, എപ്പോഴും ഇഷ്ടം എനിക്ക് സുരേഷ് ഗോപിയാണ്. ഇപ്പോൾ അയാളുടെ രാഷ്ട്രീയമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. സുരേഷ് ഗോപി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മുമ്പേ ഇഷ്ടമാണ്. സുരേഷ് ഗോപിയുടെ ആദ്യത്തെ ഫസ്റ്റ് റോൾസൊക്കെ തുടങ്ങി ആ സമയം തൊട്ട് എനിക്ക് സുരേഷ് ഗോപിയാണ് ഇഷ്ടം. ഈ ലാലിന് പകരം സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ പൊളിച്ചേന. പക്ഷെ എന്ത്, അയാളുടെ രാഷ്ട്രീയമാണ് അയാൾ അതിൽ നിന്ന് മാറ്റിയത്. നല്ലൊരു ആങ്കറാണ് സുരേഷ് ഗോപി, സൂപ്പറായിരുന്നു. സുരേഷ് ഗോപി ഇത്തരം ഇതിനൊന്നും കൂട്ടു നിൽക്കത്തില്ലെന്ന് തോന്നുന്നു, ഇത്തരം കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ലാലിൻ്റെ രാഷ്ട്രീയം വ്യത്യാസമൊന്നുമില്ല, ലാലിൻ നല്ല RSSകാരനാണ്, പക്ഷെ അത് വെളിയിലേക്ക് വിട്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ സുരേഷ് ഗോപിക്ക് നല്ല അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നേനെ. എനിക്ക് സുരേഷ് ഗോപിയാണ് അത് ആങ്കറിയാൻ ഇഷ്ടം. മുൻപ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് സുരേഷ് ഗോപി തന്നെ, പക്ഷെ മാരേജ് ചെയ്യാൻ എനിക്ക് അവരാരും ഇഷ്ടമില്ല. ജാസ്മിൻ്റെ അളിഞ്ഞ പ്രവർത്തികൾ. ഗബ്രി ഔട്ടാവുന്നത് കാണാൻ വെയിറ്റ്, ജാസ്മിൻ്റെ കരച്ചിൽ കാണാനും. ഞാൻ സലീമല്ല, അവരുടെ മകളാ സൈറ. ആണോ മക്കളെ? പോട്ടടി മോളെ, നേരത്തെ പറയണ്ടേ സൈറ കുട്ടി, പോട്ടെ. ജാസ്മിൻ്റെ അളിഞ്ഞ പ്രവർത്തി. സോ ബ്യൂട്ടിഫുൾ, സോ അല്ലെങ്കിൽ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ജാസ്മിൻ അല്ലേ? അത് ശരിയാ. ജാസ്മിൻ ഔട്ടാക്കത്തില്ല, ജാസ്മിനാണ് കപ്പ്. ഞാനിത് പറയുമ്പോഴത്തേക്ക് ശാന്തകുമാരി അമ്മ എൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെ പറയല്ലേ. ഒരു കാര്യം മനസ്സിലാക്കുക, അതിനകത്ത് കപ്പ് കിട്ടിയ 3 പേരെ ഞാൻ പറയാം, 3 പേര്, അത് 4 പേരെ പറയാം, 4 പേരെ പറയാം. ഒന്ന് സാബു, എന്തായിരുന്നു അയാളുടെ ക്വാളിറ്റി? അതിനകത്ത് സ്ത്രീ വിരുദ്ധത മാത്രം പറഞ്ഞൊരു വ്യക്തിയാണ് സാബു. സുഡാപ്പികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ലസീത പാലക്കലിനെ പച്ച പോക്കർത്തരം പറഞ്ഞ് ലസീത പാലക്കൽ കേസ് കൊടുത്ത് ആ കേസിൽ പ്രതിയായിരിക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് പോയത്. ഒരു ക്രിമിനലിനാണ് ബിഗ് ബോസ് കപ്പ് കൊടുത്തത്. സാബു ഫസ്റ്റ്. ദിൽഷ റോബിനുമായിട്ട് പ്രണയ നാടകം കളിച്ച് റോബിന്റെ സപ്പോർട്ടേഴ്സിന്റെ ഇത് വാങ്ങി റോബിന്റെ സപ്പോർട്ടേഴ്സിന്റെ ഇതോടുകൂടി ജയിച്ച ഒരു വ്യക്തിയാണ് ദിൽഷ. ദിൽഷയ്ക്ക് എന്ത് ജെന്യൂനിറ്റിയാണ് ഉള്ളത്? കളവിന്റെ മേളിൽ കളവ് പറഞ്ഞിട്ടല്ലേ അവള് ജയിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. മൂന്നാമത് അന്ന് പിന്നെ സാബു കപ്പ് വാങ്ങിക്കുമ്പോൾ ഏറ്റവും ആപ്റ്റായ ഒരു ലേഡി കൂടെ ഉണ്ടായിരുന്നു, പേളി. എന്തുകൊണ്ട് പേളിക്ക് കൊടുത്തില്ല?
അവർ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കില്ല, ഫേക്ക് ആളുകൾക്കാണ് അവർ കൊടുക്കുക. ഇതുവരെ തുണി പൊക്കി കാണിച്ചിട്ട് അത് വലിയ സംഗതിയാണെന്ന് പറഞ്ഞ് വാക്ചാതുര്യം കൊണ്ട് മാത്രം സ്ത്രീവിരുദ്ധതയും തുണി പൊക്കലിനെയും സാധൂകരിക്കാൻ സാധിച്ച അഖിൽ മാരാരാണ് അടുത്ത കപ്പ്. ഈ കപ്പ് ജാസ്മിനാണ്, നിങ്ങൾ എഴുതി വെച്ചോ. ജാസ്മിൻ 100 ദിവസം അതിനകത്ത് നിൽക്കുമെങ്കിൽ കപ്പ് ജാസ്മിനാണ്, തർക്കമേ വേണ്ട. അതുകൊണ്ടാണ് ബാക്കി ഒരു കണ്ടസ്റ്റന്റും പറയാത്ത ഒരു കാര്യം അവൾ പറയണത്, ഞാൻ കപ്പടിക്കുമ്പോൾ ഇവൻ ഇവിടെ വേണം എന്ന്. അവക്കറിയാം, അവരത് ഗൈഡ് ലൈൻ കൊടുത്തിട്ടാണ് അവൾ അതിനകത്ത് കയറ്റിയിട്ടുള്ളത്. നാണം കെട്ടും പണമുണ്ടാക്കിൽ നാണക്കേടാ പണം തീർക്കുമെന്നുള്ള പോളിസി അവളും അവളെ തന്തയും എടുത്തു വെച്ചിരിക്കുന്നതാണ്. അതങ്ങനെ തന്നെയാണ്, അത് നാണക്കേട് മാറിക്കോളും. അഖിൽ മാരാർ ഇവരെ വെച്ച് എത്ര ഭേദം, അത് ശരിയാണ്. സ്ട്രാറ്റജി എന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റും, അത് ശരിയാണ്. ജാസ്മിൻ അല്ല ചേച്ചിനെ പറഞ്ഞ സോ ബ്യൂട്ടിഫുൾ, സോ അല്ലെങ്കിൽ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് ഇൻ പിങ്ക്. താങ്ക് യു ചേച്ചി. ആരെയും ഏറ്റവും ഇഷ്ടം ബിഗ് ബോസിൽ സീസൺ 6-ൽ? ഇപ്പോഴുള്ളതിൽ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നുന്നത് ശ്രീതൂനെയാണ്. വേറെ കണ്ടസ്റ്റൻസിനെയൊന്നും എനിക്ക് ആരെയും താല്പര്യമില്ല. നോറയുടെ ഒരു സിമ്പതി ഉണ്ട് കേട്ടോ, നോറയെ കൊണ്ട് ബിഗ് ബോസ് കെണിഞ്ഞിട്ടുള്ള. ഷെഫീന മിറക്കിൾ റെഡിയാണെന്ന് ആരോ പറയുന്നു, പറയട്ടെ. യു ആർ റൈറ്റ്, ജാസ്മിൻ ഫാമിലി ബേസിക്കലി ഹർ ഫാദർ ഈസ് ദ മെയിൻ റീസൺ ഫോർ എവറിത്തിങ് ഹാപ്പൻഡ് ആൻഡ് ഹാപ്പനിങ്. കറക്റ്റാണ്. അടുത്ത ബിഗ് ബോസിൽ നിങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഞാനും അതിൽ കയറി പറ്റും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, പ്ലീസ് വരണേ. ഇല്ല, ജാസ്മിനെ വെല്ലുവിളിയായിട്ട് കിടിലൻ ആളെ ഇറക്കണം, അവൾക്ക് അടിച്ച് അണ്ണാക്കിൽ കൊടുക്കണം. തീർച്ചയായിട്ടും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ ജാസ്മിൻ നോറയിലെ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ ജാസ്മിന് വേറെ ആരുടെയെങ്കിലും തലയിൽ കയറാൻ ധൈര്യമുണ്ടോ? ശരണ്യരോട് അവൾ കോട്ടി പിടിക്കാത്തത് കണ്ട. ഇത്തവണ ശരണ്യാണ് ഔട്ട്. കാരണം ശരണ്യ കൃത്യമായി ജാസ്മിനെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ എലിമിനേഷനിൽ ശരണ്യാണ്, ഉറപ്പിച്ചോ. ജാസ്മിൻ ചേച്ചിയുടെ ബന്ധുവാണോ? ഒരിക്കലും അല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല. ആമേ ഫൻ. താങ്ക് യു ഡോണ. മുടിയൻ്റെ പ്രകടനം സ്ട്രാറ്റജിയാണോ? അല്ലല്ല, മുടിയൻ കുറച്ച് സിൻസിയറാണ്, പക്ഷെ ആള് ഇമോഷണലി വീക്കാണ്. നോറയല്ല, മുടിയനാണ് ഇമോഷണലി വീക്ക്. ജാസ്മിൻ ചേച്ചിയുടെ ബന്ധുവാണോ? അല്ല അല്ല അല്ല. ചേച്ചി മൈ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ജാസ്മിൻ ചേച്ചിയാണ്. ജാസ്മിൻ ചേച്ചി ആയിക്കോട്ടെ അഞ്ജു, നല്ല കാര്യം. ജാസ്മിൻ ചേച്ചിയുടെ ഇന്നലെ വളിക്ക് വിളികേട്ട് എന്നൊരു വൃത്തികെട്ട കമൻ്റ് ഇട്ടത് മോശമായിപ്പോയി. ഞാൻ അയാളോട് ചോദിച്ചത് എന്തിനാ ഇങ്ങനെ വ്ളോഗർമാരെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നെന്നാണ് ചോദിച്ചത്. അങ്ങനെയല്ലല്ലോ നിങ്ങൾ അവിടെ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ എന്താ അവിടെ പറഞ്ഞേ? അവരെന്നെ വിളിച്ചു, അത് പോണോ പോകാതിരിക്കുന്നതൊക്കെ എൻ്റെ കാര്യം. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ വേറെ ആരുമില്ലെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഞാൻ എന്തോ ഭയങ്കര കുഴപ്പമാണെന്നല്ലേ പറഞ്ഞത്. എല്ലാ വളിക്കും നീ വിളിയേക്കേണ്ട കാര്യമില്ലെന്നുള്ളത് കൃത്യം തന്നെയാണ്. നീയാണ് അവിടെ മോശം കമൻ്റ് ഇട്ടത്. എന്തിനാണ് അൺവാണ്ടഡ് കമൻ്റ് അവിടെ പോയി ഇടാൻ പോകുന്നത്? അതെന്താ ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. 100 തവണ റിപ്പീറ്റഡ്ലി പറയുന്നു. എത്ര വലിയ സാധനമാണെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് എന്ന ആ ഒരു ഇതിലേക്ക് ഞാൻ പോകില്ല. എനിക്ക് താല്പര്യമില്ല. ഇത് എത്ര വട്ടം പറയണം? ഞാൻ പോവില്ല. ജബ്രികളുടെ കൂട്ടം കമന്റ് ബോക്സിൽ അലറുന്നുണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടം ഇല്ലാത്തത് ആരെയാണ്? എനിക്ക് അതിനകത്ത് നോറയോട് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട്. കരഞ്ഞൊരുമാതിരി കളിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട്. ജിൻഡോയുടെ ഒരുമാതിരി വൾഗർ പ്ലേ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് അയ്യെന്ന് ഫീൽ ചെയ്യുന്ന ശ്രീദേവിയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറ്റമില്ല കേട്ടോ. ഞാൻ മോശമായി ഒന്നും പറഞ്ഞില്ല. അത് ശരിയാണ്, ഉറങ്ങുന്നവനെ ഉണർത്താൻ ഒക്കെ പറ്റും, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. നീ നല്ല മോശമാണോ അതിനകത്ത് പറഞ്ഞത്, അതുകൊണ്ടാണ് ആ മറുപടി കിട്ടിയത് കേട്ടോ. ഐ ലവ് യു ചേച്ചി. ചേച്ചി പറയുന്നതെല്ലാം കറക്റ്റാണ്. താങ്ക് യു അഞ്ജു, താങ്ക് യു. ശരിയുടെ വൈകിട്ട് കാണാം കേട്ടോ. ഞാൻ കുറച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, ഞാനത് കണ്ടിട്ട് അപ്ഡേഷനുമായിട്ട് വരുന്നതായിരിക്കാം. വൈൽഡ് കാർഡ് എൻട്രി വന്നാൽ ഞാൻ ഒരു 3 വട്ടമെങ്കിലും ലൈവ് വരുന്നതായിരിക്കും. ബിക്കോസ് അപ്ഡേഷൻ കൊണ്ട് മറ്റൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇതും കൊണ്ടിരിക്കാൻ പോകുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതിന് പകരം വൃത്തികേട് പറഞ്ഞാൽ ആരെങ്കിലും പിടിച്ച് തല്ലുമല്ലോ. അങ്ങനെ കൈപൊക്കി തല്ലാനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോകത്തില്ല, അണ്ടി ഞാൻ ചവിട്ടി പൊളിക്കുക. അത് നിൻ്റെ ആയാലും വരുന്നവൻ്റെ ആരുടെ ആയിരുന്നാലും. മനസ്സിലായില്ല? വ്യക്തി സ്വാതന്ത്ര്യം, നിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം നിൻ്റെ ലിമിറ്റിൽ നിൽക്കണം. എൻ്റെ കോർട്ടിൽ കയറി നിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം കാണിക്കരുത്. അവിടെ നിനക്ക് വേണ്ടി ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ആ കൊച്ച് എന്നോട് ചോദിച്ചു പോണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ അഭിപ്രായം, എൻ്റെ ഇത്. അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. ഞാൻ പോവുകയോ പോകാതിരിക്കുക എൻ്റെ ഇഷ്ടം. അതിനകത്ത് കയറി നീയാണ് ചൊറഞ്ഞത്, അപ്പം നിനക്കാണ് തല്ല് കിട്ടേണ്ടത്. യു ഡിസേർവ് ഇറ്റ്. അടുത്ത് വരികയാണെങ്കിൽ ഇതൊരെണ്ണം തന്നേക്കാം. ചേച്ചി ഒരു ഹലോ തരുമോ? ഹൗസിയ ബഷീർ, ഹായ്. മൈ നെയിം ഈസ് ലിയ. ഓക്കെ, ഹായ് ലിയ. ഗ്യാസ്പ്രീ രണ്ടിനും കാമപ്രാന്താണ്, പക്ക കാമപ്രാന്ത്.
ചേച്ചി വൃത്തികേട് പറഞ്ഞാൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും, അത്രയേ ഉള്ളൂ പെൺപിള്ളയുടെ. ആണോടാ തക്കാളി മോനെ, PWD പഞ്ചായത്ത് വാണത്തിനുണ്ടായ പന്നെ പോലെ പൊക്കാടി മോനെ, PWD മോനെ, പോടാ എരുമയ്ക്കുണ്ടായവനെ, പാട്ട താമ്പാട്ട. കൊണ്ടുപോയി പോലീസിൽ കൊണ്ടുപോയി നിന്നെ ഞാൻ പച്ചയ്ക്ക് വിളിച്ചിരിക്കും. നേരിട്ട് വന്നാൽ ഇതിൻ്റെ അപ്പുറം ഞാൻ നിന്റെ അണ്ണാക്കിലടിച്ച് തരും. പോയി കൊണ്ടുകൊടുറാ പോലീസിന്. വിളിയടാ, നമ്പർ വേണോ പോലീസിൻ്റെ? വേണോ നിനക്ക്? സ്റ്റേഷൻ പരിധി അറിയണോ? വേണോ? പോടാഴ്ചി. ജാസ്മിൻ്റെ ഉപ്പ വിളിച്ച് അവളോട് നല്ല രീതിയിൽ കളിക്കാൻ പറഞ്ഞത് എന്ന് അവൾ പറയുന്നു. ചേച്ചി അതിൽ യോജിക്കുന്നുണ്ടോ? നോ, ഒരിക്കലും ഇല്ല. ഞാൻ അന്നേ ഞാൻ പറഞ്ഞതല്ലേ അവരങ്ങനെയാണ് സംസാരിച്ചത്. പക്ഷെ അയാൾ വിളിച്ച് പറഞ്ഞതല്ല, ബിഗ് ബോസ് അയാളെ കൊണ്ട് വിളിപ്പിച്ചതാണ്. കാരണം ഒരുപാട് നെഗറ്റീവ് ആകുമ്പോൾ അവർ പുറത്തേക്ക് പോകും. ജാസ്മിനാണ് കപ്പ് കൊടുക്കാൻ ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വാപ്പായെ കൊണ്ട് വിളിപ്പിച്ചതാണ്. അതുകൊണ്ട് വാപ്പാക്കും പുറത്തു പറയാൻ ഒക്കത്തില്ല, ബിഗ് ബോസിനും പുറത്തു പറയാൻ ഒക്കത്തില്ല. അതിന് നിന്നെ ആര് വിളിക്കുന്ന ഈ വിഷയത്തിന്? ആണോ റഷീദ്? നിന്റെ ഉമ്മയുടെ കാര്യമല്ലല്ലോ ഇവിടെ പറയണ, എൻ്റെ കാര്യമല്ലേ. നിനക്ക് ഇത്ര നോവുന്നതിന് നിന്റെ പെറ്റ തള്ളയുടെ കാര്യമാണോ പറഞ്ഞത്? എടാ പഞ്ചായത്തിലുള്ളവരൊക്കെ കയറി ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ വേറെ ആര് വിളിക്കാൻ? എൻ്റെ മാപ്പിളയും കൂടെ. അയ്യോ അങ്ങേർക്ക് വേണ്ട, നീ കൊണ്ടുകിടന്ന് വിൽക്കി നിൻ്റെ ഉമ്മായ. ഗബ്രി ജിൻഡോയുടെ പറഞ്ഞത് നിങ്ങൾ ഔട്ടാകുന്നത് വരെ ഞാൻ ഉണ്ടാകും, നിങ്ങൾ പോയിട്ട് പടക്കം പൊട്ടിക്കും എന്ന് പറഞ്ഞ വ്യക്തി ഈ ആഴ്ച പോകുന്നത് ആര്? ഗബ്രി പോവാനൊന്നുമില്ല. പോ. ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ള ഒരാളെ ഒരിക്കലും ഇൻ്റർവ്യൂ എടുക്കാൻ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അതാ ഞാൻ പറഞ്ഞ ഡോണ, ഇത് ഞാൻ പോട്ടടേ സമ്മതിക്കുക. അതായത് ഈ പറയുന്ന ആൾക്ക് അസുഖമില്ല, പക്ഷെ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒന്ന് വന്ന് പറയണം. കാരണം ജാസ്മിന് നെഗറ്റീവ് ഒരുപാട് അടിക്കുന്നുണ്ട്. ആ നെഗറ്റീവ് പ്രശ്നമാണ്, ഗപ്പ് കൊടുക്കാൻ ഒക്കത്തില്ല, അവരെ പുറത്താക്കി കളയും, വോട്ട് അധികം കിട്ടിപ്പോവും, അതുകൊണ്ടൊന്ന് വിലക്ക് എന്ന് പറഞ്ഞു. ആ വിലക്കാണ് അയാൾ വന്ന് ചെയ്തത്. അയാൾക്ക് ബ്ലോക്കും തേങ്ങയൊന്നും ഇല്ല, മനസ്സിലായോ? അപ്പോൾ ബ്ലോക്ക് ഇല്ല, അയാളെ ബേക്കറി കണ്ടു എന്ന് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആയി. ഒരുപാട് പേര് അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കള്ളത്തരം പൊളിയൂന്നായപ്പോഴത്തേക്കാണ് ഇത് ബിഗ് ബോസിൻ്റെ ഇതില്ലാതെ മറ്റേ വിവിയും ബാക്കിയുള്ളവരുടെ ചേർന്ന് അയാളുടെ ഇൻ്റർവ്യൂ പോയി എടുത്തത്. അതിനകത്ത് അട്ടർ ഫ്ലോപ്പായി എന്നുള്ളതാണ് വസ്തുത. ഇത് സത്യത്തിൽ കളിച്ചത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് കളിച്ചു. അതിന് കൂട്ടുനിന്നത് ലാല്, അതിന് കൂട്ടുനിന്നത് ജാസ്മിൻ്റെ തന്ത, പിന്നെ ബാക്കിയുള്ളവർ. വിവിയൊക്കെ മാറി ചിന്തിക്കുന്നത് കണ്ടോ? അവർക്കൊക്കെ മാറി പറയാനുള്ള ഇത് വന്നത് കണ്ടോ? കബീഷ് നല്ലവനോ ചീത്തയോ എന്നതിനപ്പുറം ചില കാര്യങ്ങൾ വസ്തുതാപരമായി പറയുന്നുണ്ടല്ലോ, അത്രയും ഞാനും പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ കാണാം കേട്ടോ. വീട്ടിൻ്റെ അടുത്ത് ട്രാഫിക് ബ്ലോക്ക് അല്ല, മോള കാമുകന്മാരെ തട്ടിയിട്ടുള്ളൊരു ബ്ലോക്കാണ് ഉള്ളത്. ചേച്ചി ജാസ്മിൻ ഗബ്രിക്ക് മുക്കിട്ട ഫുഡിൽ മനഃപൂർവ്വം കൊടുത്തതാണോ? അവളെല്ലാവർക്കും അങ്ങനെയാണ്. അവളുടെ പണ്ടത്തെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടോ? ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അതിനകത്ത് അവൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കാറുള്ളൂ, 2 ദിവസത്തെ ഒരിക്കലേ ഉള്ളൂ, എനിക്ക് മൂക്ക് പ്രശ്നമാണ്, ഏതുതരം മൂക്ക് പ്രശ്നം ഇങ്ങനെ നടക്കുന്നത് അതിനകത്തുണ്ട്. അവളുടെ എല്ലാ വീഡിയോയ്ക്കകത്തും നോക്കുക, എപ്പോഴും മൂക്കിലാണ്. അവളെ മൂക്ക് ചെളി ഇട്ടത് അവളെ കെട്ടുന്നവനായാലും അവളെ കൂട്ടുകുടുംബത്തിലായാലും അവൾ ആർക്കായാലും അതേ ആഹാരമേ കിട്ടുള്ളൂ. അവളെ കയ്യിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നവർ കുടിക്കുന്നതിന് മുമ്പ് ഓർത്തോ ആ കുടിക്കുന്നതിനകത്ത് മൂക്ക് ചെളിയും ഉണ്ടെന്ന്. പാപ്പായും കള്ളൻ മകൻ പെരുങ്കളി. അയാൾ ഡിസേർവ് ചെയ്യുന്ന കണക്കിന് അയാളുടെ മകളുള്ളത്. അയാൾ എന്ത് ഡിസേർവ് ചെയ്യണോ അതാണ് ആ മകൾ കൊടുക്കുന്നത്. ഈ തന്ത എങ്ങനെ ആകരുതെന്നുള്ളൊരു തെളിവാണ് ജാസ്മിൻ്റെ തന്ത. ചേച്ചിയുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഒരു റിവ്യൂ ചെയ്യാമോ? ചേച്ചിക്ക് സമയമുണ്ടെങ്കിൽ മതി. ലവ് യു ചേച്ചി, താങ്ക് യു. ഷുവർ. എനിക്കതിനകത്ത് ഇതുവരെയും ഫേവറേറ്റായിട്ട് ആരും വന്നിട്ടില്ല, അതാണ് വാസ്തവം. ചേച്ചി ജാസ്മിനെ അറിയുമോ നേരിട്ട്? ഇല്ല, എനിക്ക് നേരിട്ടൊന്നും അറിയത്തില്ല. എനിക്ക് ആ പെണ്ണിനെ ഒന്നും അറിയത്തില്ല, അറിയാനും ആഗ്രഹമില്ല. വായിലിട്ട സ്പൂൺ ചായയിലിടുന്ന അർജുനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അർജുൻ നല്ല പ്ലെയർ ആയിരുന്നു, ഇപ്പോൾ എന്തോ ഒരു സ്ട്രാറ്റജിയൊക്കെ കളിക്കുന്നുണ്ട്. നല്ല പ്ലെയർ ആണ്. ഇതുവരെയും ബാഡ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് അർജുനോട് ഒരു ചെറിയ ഫേവർ ഉണ്ട്. പക്ഷേ എന്തോ സംതിങ് ഫിഷി ഇന്നത്തത് ഭയങ്കര മോശമായിപ്പോയി കേട്ടോ. നോറയെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തിയിട്ട് ജാസ്മിൻ അങ്ങ് സ്കോർ, എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിന് ബാക്കിയുള്ളവർ ചേർന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. അയ്യോ അത് പാടില്ലാത്തതാണ്. അതിന് ഈ സത്യത്തിൽ ജിൻഡോ അല്ല അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് നോറയാണ്. ഏറ്റവും ഇമോഷണലി വീക്കാണ് ആ പെണ്ണ്. അതിന് പുറത്തെ കാര്യം ഓർത്ത് ഭയങ്കര പേടി. എന്തിനാ ഇങ്ങനെ ഇത്രയും കൺസേൺ ആകുന്ന ഒരു പെങ്കൊച്ചിനെ അതിനകത്ത് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഇത്. ചേച്ചി ഐ ലവ് യു. കല്യാണം കഴിക്കുമോ? ഐ ആം ജാസിം. ഫൗസിയ ബഷീർ കഴിക്കാടാ, നീ ഇനി പോരാ, നമുക്ക് എട്ടാം. ഇത്രയും ചീപ്പ് ഷോ ബിഗ് ബോസ് സീസൺ 6 തന്നെ ആയിരിക്കും. അത് എല്ലാ ബിഗ് ബോസ് സീസൺ വരുമ്പോഴും എല്ലാവരും പറയുന്നത് ഏറ്റവും ചീപ്പ് ഇതാണ്, ഏറ്റവും ചീപ്പ് ഇതാണ്.
അതൊക്കെ ചുമ്മാ ആയിരിക്കും. ഇതിനെക്കാട്ടും ചീപ്പാണ് ഇനി അടുത്ത് വരാതിരിക്കുന്നത്. ഇത്തവണത്തെ കണ്ടസ്റ്റൻസിനെല്ലാം തന്നെ വേറും തരികിടകളെയാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. സ്പെഷ്യലി ഏറ്റവും ലോക ഫ്രോഡ്, ലോക തരികിട ആണ് ജാസ്മിൻ. നമ്മളൊക്കെ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഏതായാലും എനിക്കത് ഗെയിനാണ്, കാരണം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ശ്രീതു അർജുൻ, ഓക്കെ ഓക്കെ, മിർഷാന കറക്റ്റാണ്. ചേച്ചിയുടെ നെയിം ഷെഫീന എന്നാണോ? അല്ല, ഷെഫീന ബീവി എന്നാണ്. ഓക്കെ എന്നാ പിന്നെ കാണാമേ, പിന്നെ കാണാം. ഇതെന്തോ ഇങ്ങനെ തുടങ്ങുമ്പോൾ വെളുത്തു വരുന്നത്.